ഇനി അടുത്തൊരു പെർട്ടിക്കുലർ കേസാണ്. എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നു. നിങ്ങളത് പഠിച്ചിട്ട് പോകണം. എക്സാം ഹാളിൽ നിന്ന് ചെയ്ത് സമയം കളയരുത്. ഒരു പ്രൊജക്റ്റൈൽ യു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. ആംഗിൾ മേക്ക് ചെയ്യുന്നത് തീറ്റയാണ്. ഇനീഷ്യൽ വെലോസിറ്റി യു, ആംഗിൾ മേക്കിംഗ് വിത്ത് ഹൊറിസോണ്ടൽ ഈസ് തീറ്റ. ഇങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്റ്റൈൽ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അതിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പം കിട്ടുന്ന വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതിൽ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്ന് വെലോസിറ്റിയും യുവും തമ്മിലുള്ള റിലേഷൻ, രണ്ടാമത്തത് ടൈം, ഓക്കെ, അറ്റ് വിച്ച് ദിസ് വെലോസിറ്റി ഈസ് അറ്റൈൻഡ്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. ഓക്കെ, ഇത് തീറ്റ ആണെങ്കിൽ, ഇത് 90 ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റ് ഇതായിരിക്കും. ഓക്കെ, വി എക്സ് എന്ന് എഴുതാം. ഇതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റ് വി എക്സ് എന്ന് എഴുതാം. ഇത് തീറ്റ, ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇതും 90 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ 90 മൈനസ് തീറ്റ വരുവാണെങ്കിൽ വി എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? വി കോസ് 90 മൈനസ് തീറ്റ എന്ന് എഴുതാം. കാരണം ഈ ഒരു ആംഗിൾ 90 മൈനസ് തീറ്റയാണ്. സോ ഈ കമ്പോണൻ്റ് വി എക്സ് ഈക്വൽ ടു വി കോസ് 90 മൈനസ് തീറ്റ, വി സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, യുവിൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റ് വരിക യു എക്സ് ആണ്. യു കോസ് തീറ്റയാണ്. യുവിൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റ് യു കോസ് തീറ്റയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഹൊറിസോണൽ കമ്പോണൻറ്റിൽ ഒരിക്കലും എന്ത് വരില്ല? ചേഞ്ച് വരില്ല. കാരണം ഹൊറിസോണലി ആക്സലറേഷൻ ഇല്ല. ദാറ്റ് മീൻസ് യു എക്സും വി എക്സും എന്താവണം? ഈക്വൽ ആവണം. സോ യു കോസ് തീറ്റ ഷുഡ് ബി ഈക്വൽ ടു വി സൈൻ തീറ്റ. സൈൻ തീറ്റ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. സോ വി ഈക്വൽ ടു യു കോട്ട് തീറ്റ. വി ഈക്വൽ ടു യു കോട്ട് തീറ്റ. സോ ആംഗിൾ തീറ്റ അറിയാമെങ്കിൽ നമുക്ക് വിയും യുവും തമ്മിലുള്ള റിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. വി ഈക്വൽ ടു യു കോട്ട് തീറ്റ. തീറ്റ 45 ആണെങ്കിൽ വിയും യുവും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടൈമാണ്. ടൈം അറ്റ് വിച്ച് വെലോസിറ്റി വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇനീഷ്യൽ വെലോസിറ്റി. ടൈം അറ്റ് വിച്ച് വെലോസിറ്റി വിൽ ബി പെർപെൻഡിക്കുലർ ടു ഇനീഷ്യൽ വെലോസിറ്റി. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ അല്ലേ? പെർപെൻഡിക്കുലർ വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അത് കമ്പോണൻ്റായിട്ട് എടുക്കുക ഇത് രണ്ടും, എന്നിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക. ഞാനത് ചെയ്ത് സമയം കളയുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ഫോമുല പഠിച്ചോ. ടി ഈക്വൽ ടു യു ബൈ ജി സൈൻ തീറ്റ. ആ ടൈം എന്ന് പറയുന്നത് യു ബൈ ജി സൈൻ തീറ്റ ആയിരിക്കും. യു ബൈ ജി സൈൻ തീറ്റ. ഓക്കെ, അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചതാണ്. പഠിച്ചു വെക്കുക. ഡെറിവേഷനൊന്നും ചെയ്ത് സമയം കളയുന്നില്ല. ശ്രദ്ധിച്ചു. ഈ പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ് ബി ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾ സി ആയിട്ട് കൺസിഡർ ചെയ്യുക. എനി പോയിൻ്റ്, യു ക്യാൻ ടേക്ക് എനി പോയിൻ്റ്. ഓക്കെ, ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ പ്ലോട്ട് ചെയ്താൽ, ഓക്കെ, ഈ ആംഗിൾ ആൽഫ, ഈ ആംഗിൾ ബീറ്റയാണെങ്കിൽ, അതായത് ബേസ് ആംഗിൾസ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ വിൽ ബി ഈക്വൽ ടു ടാൻ തീറ്റ. റിലേഷൻ വരുന്നുണ്ട്, പഠിച്ചു വെച്ചോ. ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. ഇത് നിങ്ങൾക്ക് നീറ്റിന് എങ്ങനെയാണ് ചോദിച്ചതെന്ന് വെച്ചാൽ, മാക്സിമം ഹൈറ്റിലെത്തുന്ന ഒരു പോയിൻ്റ് എടുത്തു. ഓക്കെ, മാക്സിമം ഹൈറ്റിലെത്തുന്ന പോയിൻ്റ് ഞാൻ ഡി ആയിട്ട് എടുത്താൽ, ഓക്കെ, ദാറ്റ് ഇറ്റ് ബി ഡി. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് ഈ ഒരു ആംഗിളും ഓക്കെ, ഇത് രണ്ടും സെയിം ആയിരിക്കും. മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് ആൽഫയും ബീറ്റയും ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഇത് കറക്റ്റ് ഹാഫ് ആയി ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ 2 ടാൻ ആൽഫ ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, where alpha is angle of elevation. സോ മാക്സിമം ഹൈറ്റിലാണ് പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ 2 ടാൻ ആൽഫ ഈക്വൽ ടു ടാൻ തീറ്റ വരും. ജനറലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ടാൻ ആൽഫ പ്ലസ് ടാൻ ബീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, പ്രൊജക്ടൈൽ മോഷനിൽ ഇനീഷ്യൽ വെലോസിറ്റീൻ്റെ ഹൊറിസോണൽ കമ്പോണൻ്റ് യു കോസ് തീറ്റയാണ്. അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് യു സൈൻ തീറ്റയാണ്. ഓക്കെ, ഹൊറിസോണൽ കമ്പോണൻ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അതെല്ലായ്പ്പോഴും യു കോസ് തീറ്റ ആയിരിക്കും. ബിക്കോസ് ദർ ഈസ് നോ ഹൊറിസോണൽ ആക്സലറേഷൻ. വെർട്ടിക്കൽ കമ്പോണൻ്റ് വാരിയബിൾ ആണ്. അതെന്തായി മാറും? അറ്റ് എ ടൈം ടി ഇറ്റ് വിൽ ബി യു സൈൻ തീറ്റ മൈനസ് ജി ടി. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അത് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ വെലോസിറ്റി
ടി, ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഇൻറ്റു ടൈം ആയിരിക്കും. സോ ഇതിനെ നമുക്ക് എന്തെഴുതാം? യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് എഴുതാം. സോ എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി. ഇനി വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി, വെർട്ടിക്കലി അത് മൂവ് ചെയ്യുമ്പോൾ വെർട്ടിക്കൽ അപ്വേർഡ് അല്ലേ. സോ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അത് കൊടുത്താൽ യു ടി എന്ന് പറയുന്നത് യു വൈ ടി, ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് വരിക. കാരണം അവിടെ ഒരു ഡൗൺവേർഡ് ആക്സലറേഷൻ വരുന്നുണ്ട് ഡ്യൂ ടു ഗ്രാവിറ്റി. അവിടെ ഒരു ഡൗൺവേർഡ് ആക്സലറേഷൻ ഉണ്ട് ഡ്യൂ ടു ഗ്രാവിറ്റി. സോ ഇവിടെ ആക്സലറേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് യു എക്സ് ഇൻറ്റു ടി എന്ന് എഴുതിയത്. ഹൊറിസോണ്ടൽ ആക്സലറേഷൻ 0 ആണ്. സോ വൈ ഈക്വൽ ടു യു ഐ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. സോ വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. Okay, so we get x as a function of t and y as a function of t. Okay, x ഒരു ഫങ്ഷൻ ഓഫ് ടി കിട്ടി, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി. y ആസ് എ ഫങ്ഷൻ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പരാബോളിക് ഷേപ്പിലായിരിക്കും, കാരണം ഇതൊരു പരാബോളൻ്റെ ഇക്വേഷനാണ്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമുക്കിനി വേണ്ടത് y ആസ് എ ഫങ്ഷൻ ഓഫ് x ആണ്. അതിന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. ഇതിൽ നിന്നും t ഈക്വൽ ടു എന്ത് എഴുതാം? t ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? ടി ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ടിക്ക് പകരം. ഓക്കെ, സോ യു സൈൻ തീറ്റ ഇൻറ്റു ടിക്ക് പകരം എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ, എക്സ് ഡിവൈഡ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈസ് ടാൻ തീറ്റ. യു ക്യാൻസൽ ചെയ്യും. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ടാൻ തീറ്റ. ഓക്കെ, എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഡയറക്റ്റ് ഇതിൻ്റെ ട്രജക്ടറീൻ്റെ ഇക്വേഷൻ വരും. ഓക്കെ, ഈ ട്രജക്ടറീൻ്റെ ഇക്വേഷനിൽ നിന്നും നമുക്കിതിൻ്റെ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും, അതേപോലെ യു കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. പല ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സോ വൈ ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിനെ നമുക്ക് വേറെ രീതിയിലും കൂടി എക്സാമിന് ചോദിക്കാറുണ്ട്. അതിനെ വേറെ രീതിയിലും കൂടി റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിന് എക്സ് ടാൻ തീറ്റ കോമൺ ഔട്ട് ചെയ്താൽ, എക്സ് ടാൻ തീറ്റ കോമൺ ഔട്ട് ചെയ്താൽ ഇവിടെ 1 ഉണ്ടാവും. 1 മൈനസ് ഹാഫ് ജി, ഒരു എക്സ് കോമൺ ഔട്ട് ചെയ്തു. സോ റിമൈനിങ് 1x ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഈ ടാൻ തീറ്റ ക്യാൻസൽ ചെയ്യാൻ ഞാനിവിടെ ഒരു ടാൻ തീറ്റ എഴുതി. ക്ലിയർ ആണോ? ഇത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ് ടാൻ തീറ്റ വരും. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആവും. ടാൻ തീറ്റ ക്യാൻസൽ ആവും. ഇതൊക്കെ ആവും. ഇത് ചെയ്താൽ എന്താ കിട്ടുക? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ, ഒരു കോസ് തീറ്റ ക്യാൻസൽ ആവും. സോ എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് ജി എക്സ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു യു സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു കോസ് തീറ്റ ബാക്കി ഉണ്ടാവും. ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇവിടെ ഒരു 2 സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്. അത് സൈൻ 2 തീറ്റ എന്ന് എഴുതും. എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് ജി എക്സ് ഡിവൈഡഡ് ബൈ യു സ്ക്വയർ സൈൻ 2 തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്. അതെന്താ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് പറയുന്നത് എന്താണ്? R ആണ്. യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് പറയുന്നത് R ആണ്. സോ ദിസ് ഈസ് 1/r. സോ എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ആർ എന്ന് എഴുതാം. വൈ ഇതും കൂടി ഓർത്ത് വെക്കും. സോ വൈ ഈസ് എക്സ് ടാൻ തീറ്റ മൈനസ് ഹാഫ് ജി എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ, ഓർ വൈ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ടാൻ തീറ്റ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ ആർ. ഓക്കെ, അടുത്ത കേസ് ടവർ ടു ഗ്രൗണ്ട്. ഓക്കെ, ടവർ ടു ഗ്രൗണ്ട് കേസാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വെർട്ടിക്കൽ മോഷൻ നോക്കാം. ഓക്കെ, വെർട്ടിക്കലി ഡൗൺവേർഡ് കേസ് കൺസിഡർ ചെയ്തിട്ട് അത് പ്രൊജക്ടൈൽ മോഷനിലേക്ക് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ 3 കേസ് വരുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഫസ്റ്റ് കേസ് വരുന്നത് നിങ്ങളൊരു ബോഡി ഡ്രോപ്പ് ചെയ്തു. ബോഡി ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ? വെർട്ടിക്കലി ഡൗൺവേർഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതിൽ എസ് ഇസ് ഈക്വൽ ടു ഹാഫ്
ജി ടി സ്ക്വയർ എന്നാണ്, ഹാഫ് ജി ടി സ്ക്വയർ. ഇനി സെക്കൻഡ് കേസ് നിങ്ങൾ മുകളിലേക്ക് വെർട്ടിക്കലി അപ്വേർഡാണത്, വെർട്ടിക്കലി അപ്വേർഡ് ഒരു വെലോസിറ്റി യു വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിയുന്നു. അങ്ങനെ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ ഹൈറ്റിലെത്തിയിട്ട് വീണ്ടും തിരിച്ച് താഴേക്ക് വരും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എസ് ഇസ് ഈക്വൽ ടു മൈനസ് യു ടി, യു നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. എസ് ഇസ് ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഹിയർ എസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ത്രോ ചെയ്യുന്നുണ്ട്, ഇത് ഡ്രോപ്പ് ചെയ്യുകയാണ്, ഇത് ത്രോ ചെയ്യുന്നു. ഇത് ത്രോ ചെയ്തതും വെർട്ടിക്കൽ അപ്വേർഡ് ആയിരുന്നു, ടവറിന് മുകളിൽ നിന്നും വെർട്ടിക്കൽ അപ്വേർഡ്, അപ്പോൾ അത് പോയി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഓക്കെ, ഇത് ടവറിന് മുകളിൽ നിന്നും വെർട്ടിക്കലി ഡൗൺവേർഡ് ത്രോ ചെയ്യുന്നു അറ്റ് എ പെർട്ടിക്കുലർ വെലോസിറ്റി യു. ഇത് നമ്മൾ ഡിഫറൻസ്, ഇത് ഡ്രോപ്പ് ചെയ്യാണ്, ഇത് ത്രോ ചെയ്യുന്നു. ഓക്കെ, അറ്റ് എ വെലോസിറ്റി യു. അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഈ ഒരു 3 കാര്യങ്ങളും ഓർത്ത് വെക്കുക. നമുക്കിത് പ്രൊജക്റ്റൈൽ മോഷനിലേക്ക് കണക്ട് ചെയ്യാം. ഇനി പ്രൊജക്റ്റൈൽ മോഷനിലും ടവർ ടു ഗ്രൗണ്ടിൽ ഇതേപോലെ 3 കേസ് വരുന്നുണ്ട്. ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്, തേർഡ് കേസ്. ഫസ്റ്റ് കേസിൽ യു എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ വെലോസിറ്റിയിലാണ് ഇതിനെ ത്രോ ചെയ്യുന്നത്, അതായത് ഇങ്ങനെയാണ് എറിയുന്നത്. അപ്പോൾ ഇങ്ങനെ എറിയുമ്പോൾ അതിങ്ങനെ പോയിട്ട് താഴേക്ക് വീഴും, ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ ഏത് കമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ? ഇനീഷ്യലി ഏത് കമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ കമ്പണൻറ്റ് 0 ആണ്. ആക്ച്വലി വെർട്ടിക്കൽ കമ്പണൻറ്റ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ചെയ്യുന്നതിന് ഈക്വൽ ആയില്ലേ? ഓക്കെ, സോ വെർട്ടിക്കൽ കമ്പണൻറ്റ് 0 ആണ്. യു വൈ ഈക്വൽ ടു 0, യു എക്സ് യു ആയിരിക്കും, യു എക്സ് ഈക്വൽ ടു യു. ഓക്കെ, ഇനീഷ്യൽ കേസാണ്. ഇതിൻ്റെ യു എക്സിൽ ചേഞ്ച് ഒന്നും വരില്ല, യു എക്സ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് എക്സ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് യു ടി ആയിരിക്കും. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വൈ എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്നല്ലേ പഠിച്ചത്. സോ ഹാഫ് ജി ടി സ്ക്വയർ, അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഹാഫ് ജി ഇൻറ്റു ടി എന്ന് പറയുന്നത് എക്സ് ബൈ യു ആണ്, എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ. ഇത് ഓർത്ത് വെക്കുക, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എക്സ് ഈക്വൽ ടു യു ടി, വൈ ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ ആണ്, ഹാഫ് ജി ഇൻറ്റു ടിക്ക് പകരം എന്ത് കൊടുക്കാം? എക്സ് ബൈ യു, എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ. അതിൽ സെക്കൻഡ് കേസ്, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മുകളിലേക്ക് എറിയുന്നു, അവിടെ ഒരു വെർട്ടിക്കൽ അപ്വേർഡ് അല്ല എറിയുന്നത്, അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, ഇതിങ്ങനെ പോയി തിരിച്ചിങ്ങനെ വന്നു താഴേക്ക് പോകുന്നു. ഓക്കെ, ഇതിൻ്റെ പാത്തൊന്നും ഞാൻ പ്ലോട്ട് ചെയ്ത് സമയം കളയുന്നില്ല. അപ്പോൾ ഇതിന് 2 കമ്പോണൻ്റ് ഉണ്ടാവും. എക്സ് കമ്പോണൻ്റ് യു കോസ് തീറ്റ ആയിരിക്കും, യു എക്സ് ഈക്വൽ ടു യു കോസ് തീറ്റ. യു വൈ ഇവിടെ 0 അല്ല, യു വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ എക്സ് കമ്പോണൻറ്റും ഉണ്ട്, വൈ കമ്പോണൻറ്റും ഉണ്ട്. ഇതിൽ നിന്നും ഇതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് യു എക്സ് ഇൻറ്റു ടി എന്ന് എഴുതാം, ദാറ്റ് ഈസ് യു കോസ് തീറ്റ ഇൻറ്റു ടി. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നാണ് നിങ്ങൾ പഠിച്ചത്. ഇവിടെ യു എന്ന് പറയുന്നത് യു വൈ ആണ്, കാരണം വെർട്ടിക്കൽ കേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എടുക്കുക, മൈനസ് യു വൈ ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ, നേരത്തെ കേസുമായിട്ട് കണക്ട് ചെയ്താണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ടിക്ക് പകരം എക്സ് ബൈ യു കോസ് തീറ്റ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. ഇനി അതിലെ തേർഡ് കേസ്, അത് താഴേക്ക് എറിയുന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ അത് വെർട്ടിക്കലി ഡൗൺവേർഡ് അല്ല എറിയുന്നത്, ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അവിടെയും നമുക്കറിയാം യു എക്സ് യു കോസ് തീറ്റ ആയിരിക്കും, എക്സ് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് യു എക്സ് ഇൻറ്റു ടി വരും, അത് യു കോസ് തീറ്റ ഇൻറ്റു ടി വരും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി യു വൈ എന്ന് പറയുന്നത് യു സൈൻ തീറ്റയാണ്. ഓക്കെ, യു സൈൻ തീറ്റ ഡൗൺവേർഡാണ്, അതായത് ജീൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ് വരിക. അതിൽ യു എന്ന് പറയുന്ന യു വൈ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് യു സൈൻ തീറ്റ ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഈ തിയറീനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ തിയറി കംപ്ലീറ്റ് പഠിക്കുക, എന്നാലേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻസ് തരുമ്പം വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദി ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ അറ്റ് വിച്ച് ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ ആർ ഈക്വൽ. ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആർ ടാൻ തീറ്റ ഈക്വൽ ടു 4h. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ചും മാക്സിമം ഹൈറ്റും ഈക്വൽ ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് ഈക്വൽ ടു മാക്സിമം ഹൈറ്റ്. സോ ആർ ആൻഡ് എച്ച് വിൽ ക്യാൻസൽ. ടാൻ തീറ്റ ഈക്വൽ ടു 4, തീറ്റ ഈക്വൽ ടു
tan inverse 4. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. യെസ്, ആൻസർ സി. ഓർ തീറ്റ ഈക്വൽ ടു 76 ഡിഗ്രി. ആ വാല്യൂ കൂടി പഠിച്ചു വെച്ചോ. ഇൻ കേസ് tan inverse 4 ഇല്ലെങ്കിൽ ആ വാല്യൂ ഓർത്ത് വെച്ചോ, 76 ഡിഗ്രിയാണ്. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ് അറ്റ് an angle theta with an initial speed u. When it makes an angle alpha with the horizontal, its speed v is. സോ പ്രൊജക്റ്റൈൽ വരുന്നു, യു വെലോസിറ്റി, തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഇവിടെ എത്തുമ്പോൾ വി വെലോസിറ്റി മേക്കിംഗ് ആൽഫ വിത്ത് ഹൊറിസോണ്ടൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോമുല ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? വി ഈക്വൽ ടു യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് ദിസ് ആംഗിൾ alpha. A body is projected with velocity 20√3 meter per second. U equal to 20√3 meter per second with an angle of projection 60 degree. Theta equal to 60 degree. Calculate velocity on that point where body makes an angle 30 degree with horizontal. So അവിടെ ആൽഫ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഒന്നും നോക്കണ്ട, വി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u 20√3 into cos theta, cos 60 is 1/2 divided by cos alpha, cos 30. Cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. So √3/2 will be cancelled. So answer is 20 meter per second. Option 1 is the answer. അപ്പോൾ നിങ്ങൾ ഫോമുല ബൈ ഹാർട്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ നിങ്ങൾക്ക് തന്ന ഫോമുല എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. For a projectile, the ratio of maximum height reached to the square of flight time is, okay? So ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും തമ്മിലുള്ള റിലേഷനാണ്. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആ റിലേഷൻ. ഹൈറ്റ് ഈക്വൽ ടു 1/8 GT². പഠിക്കാൻ പറഞ്ഞതാണ്. നിങ്ങളത് ബൈ ഹാർട്ടഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും സ്പീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് ഡിറൈവ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനുള്ള സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. സോ h ഈക്വൽ ടു 1/8 GT². സോ h/t² ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇറ്റ് ഈസ് ഈക്വൽ ടു g/8. g എന്ന് പറയുന്നത് 10 ആണ്. 10/8 വരും. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5/4. 5:4 ഓപ്ഷനിലുണ്ടോ നോക്കിയേ. An object is thrown along a direction inclined at an angle 45 degree with the horizontal direction. Horizontal range of particle is equal to vertical height twice vertical height. So relation h ഉം r ഉം തമ്മിലുള്ള റിലേഷൻ എന്താ? യെസ്, r tan theta equal to 4h. r tan theta equal to 4h. ഇവിടെ തീറ്റ 45 ഡിഗ്രിയാണ്. therefore r equal to 4h. so r equal to 4h. option 4 times vertical height. option D is the answer. Horizontal range of a projectile is 4√3 times its maximum height. Its angle of projection will be. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് ആ റിലേഷൻ പഠിക്കാൻ പറഞ്ഞു. അത് വെച്ചിട്ട് തന്നെ ഇപ്പോൾ എത്രയോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നു. ഓക്കെ, റിലേഷൻ എന്തായിരുന്നു? r tan theta equal to 4h. അപ്പോൾ അത് ബൈ ഹാർട്ട് ആയില്ലേ? r tan theta equal to 4h. ഇവിടെ എന്താ പറയുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച് ഈക്വൽ ടു 4√3 ടൈംസ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, സോ ആറിന് പകരം 4√3h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. tan theta equal to 4h. അതിൽ h ക്യാൻസൽ ആവും. സോ 4 ക്യാൻസൽ ആവും. tan theta equal to 1/√3. tan theta 1/√3 ആണെങ്കിൽ theta equal to 30 ഡിഗ്രി. ഓപ്ഷൻ ഉണ്ടോ നോക്കി. യെസ്, ഓപ്ഷൻ ഡി is the answer. A particle is projected with a velocity u making an angle theta with the horizontal. At any instant, its velocity v is at right angle to its initial velocity. So initial velocity യുവിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏത് വേണം? വെലോസിറ്റി വേണം. ഓക്കെ, യെസ്, ഇതാണ് വി. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പാണ് ചോദിച്ചത്. തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വി ഈക്വൽ ടു യു കോട്ട് തീറ്റ. തിയറി പഠിച്ചവർക്കറിയാം. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സമയം കളയുന്നില്ല. വി ഈക്വൽ ടു യു കോട്ട് തീറ്റ. സോ ആൻസർ ഈസ് 3. Galileo writes that for angles of projection of a projectile at angles 45 plus theta and 45 minus theta, horizontal ranges described by the projectile are in the ratio of. ആംഗിൾസ് തന്നത് 45 പ്ലസ് തീറ്റയും 45 മൈനസ് തീറ്റയുമാണ്. ഇതിൻ്റെ സം എത്രയാണ് വരാം? 90 ഡിഗ്രി ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പം കിട്ടുന്ന റേഞ്ച് സെയിം ആയിരിക്കും. സോ റേഞ്ചിൻ്റെ റേഷ്യോ 1:1 ആയിരിക്കും. ദി ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് 4 times the maximum height attained by a projectile. The angle of projection is.
യെസ്, റിലേഷൻ എന്താ? ഹൈറ്റും റേഞ്ചും തമ്മിലുള്ള റിലേഷൻ എന്താ? ആർ ടാൻ തീറ്റ ഈക്വൽ ടു 4h. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ആർ ഈക്വൽ ടു 4 times h. അങ്ങനെ കിട്ടണമെങ്കിൽ ടാൻ തീറ്റ 1 ആവണ്ടേ? ടാൻ തീറ്റ 1 ആവണമെങ്കിൽ തീറ്റ എത്ര ഡിഗ്രി ആവണം? 45 ഡിഗ്രി ആവണം. ഈസി ക്വസ്റ്റൻ ആയിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. 2 bodies are projected with same velocity. If one is projected at an angle of 30 degree and other at an angle of 60 degree to the horizontal, the ratio of maximum heights reached. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റേഷ്യോ ഓഫ് മാക്സിമം ഹൈറ്റ് ആണ്, ഏതല്ല? റേഞ്ച് അല്ല. റേഞ്ച് ആണെങ്കിൽ അത് 1:1 ആയിരുന്നു. റേഞ്ച് ആണെങ്കിൽ അത് 1:1 ആണ്. ഓക്കെ, ഭാഗ്യത്തിന് ഓപ്ഷനിൽ 1:1 ഇല്ല. നിങ്ങൾ ചാടിക്കയറി ആൻസർ ചെയ്യരുത്, എല്ലാ ക്വസ്റ്റ്യനും വായിച്ച് നോക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് h1/h2 ആണ്. h1/h2 h1/h2 ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ. പഠിച്ചിട്ടില്ലേ? ഓക്കെ, സോ ഹിയർ h1/h2 ഈക്വൽ ടു, ഫസ്റ്റത്തെ ആംഗിൾ തന്നാൽ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ടാൻ സ്ക്വയർ 30 വരും. ടാൻ സ്ക്വയർ 30ൻ്റെ വാല്യൂ എത്രയാണ്? 1/3 വരും. സോ ആൻസർ ഈസ് 1:3. A ball is thrown upwards and it returns to ground describing a parabolic path. That means projectile motion ആണ്, oblique projection ആണ് അത് വരുന്നത്. Which of the following remains constant? പഠിച്ചിട്ടുണ്ട്. Kinetic energy of ball, speed of ball, horizontal component of velocity, vertical component of velocity. കുറേ പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത കാര്യമാണത്. പ്രൊജക്റ്റൈൽ മോഷനിൽ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് ഫിക്സ്ഡ്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ കമ്പണൻറ്റ് ഓഫ് വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു u cos theta. So answer is C. At the top of trajectory of a projectile, the directions of its velocity and acceleration are. ടോപ്പ് ഓഫ് ട്രജക്ടറിയിൽ ഇവിടെ നമുക്കറിയാം വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഏത് വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ? ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. ഇത് ux ആണ്, സോ g ആണ്. ആംഗിൾ വിൽ ബി 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് കൈനറ്റിക് എനർജി E at an angle of 45 degree to the horizontal. At the highest point during its flight, its kinetic energy will be. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയറിൽ പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നീറ്റിന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഓക്കെ, സോ ഇവിടെ തീറ്റ 45 ഡിഗ്രിയാണ്, പ്രൊജക്റ്റ് ചെയ്ത ആംഗിൾ 45 ഡിഗ്രിയാണ്. കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു v², ഈക്വൽ ടു ½ mv² ആണെന്ന് പഠിച്ചിട്ടില്ലേ കൈനറ്റിക് എനർജി. സോ മാസ് ഫിക്സഡ് ആണെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു v². സോ ഈസ് പ്രൊപ്പോർഷണൽ ടു v². E1/E2 ഈക്വൽ ടു v1/v2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി v1 എന്ന് പറയുന്നത് u ആണ്. ഓക്കെ, മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u cos തീറ്റയാണ്, അതായത് u cos 45 ആണ്, u/√2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u/√2 2 വരും. E1/E2 ഈക്വൽ ടു u/u/√2 ഹോൾ സ്ക്വയർ വരും. അങ്ങനെ വരുമ്പോൾ √2 മുകളിലെത്തും, √2ൻ്റെ സ്ക്വയർ 2 വരും. സോ E1 ഈക്വൽ ടു 2E2. സോ E2 ഈക്വൽ ടു ½ E1. ഓപ്ഷനിലുണ്ടോ നോക്കിയേ. E1 എന്ന് പറയുന്നത് E ആണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. സോ ആൻസർ ഈസ് B. ഓപ്ഷൻ B ഈസ് ദി ആൻസർ. Trajectory of a projectile in a vertical plane is y equal to √3x minus 2x². അതിലൊരു 4 സബ് ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. കാരണം ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും മനസ്സിലാക്കണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടെ അതിൽ വരാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ചോദിച്ചിട്ടുണ്ട്, മാക്സിമം ഹൈറ്റ്, റേഞ്ച്, ദെൻ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, നിങ്ങൾ ട്രജക്ടറിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് തിയറിയിൽ. ഓക്കെ, അറിയാത്തവർ ആ തിയറീൻ്റെ വീഡിയോ ഉണ്ടാവും, അത് കാണുക, അപ്പം കുറച്ചുകൂടി ഐഡിയ കിട്ടും. സോ y ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? എക്സ് ടാൻ തീറ്റ മൈനസ് ½ g(x²/u² cos² തീറ്റ. ഇതായിരുന്നു ട്രജക്ടറിൻ്റെ ഇക്വേഷൻ. ഇനി കമ്പയർ ചെയ്യാം. ഓക്കെ, ഇതിൽ എക്സിൻ്റെ കോഷ്യൻ്റ് ടാൻ തീറ്റയാണ്, ഇവിടെ എക്സിൻ്റെ കോഷ്യൻ്റ് √3 ആണ്. സോ ടാൻ തീറ്റ ഈക്വൽ ടു √3. So we get theta equal to 60 degree. So theta കിട്ടി, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കിട്ടി. ഇനി
ഇതിൽ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് കമ്പയർ ചെയ്യുക. എക്സ് സ്ക്വയറിന് -2 ആണ്. നെഗറ്റീവ് ഇവിടെ ഓൾറെഡി ഉണ്ട്, നെഗറ്റീവ് മൈൻഡ് ചെയ്യണ്ട. സോ ബാക്കി ടേം വരുന്നത് ഹാഫ് ജി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. സോ ഹാഫ് ജി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2 എന്ന് എഴുതാം. ജീൻ്റെ വാല്യൂ 10 ആണെന്ന് തന്നിട്ടുണ്ട്. 10 ഡിവൈഡ് ബൈ യു സ്ക്വയർ കോസ് 60 1/2 ആണ്. 1/2ൻ്റെ സ്ക്വയർ 1/4 വരും. ഓക്കെ, 2 4 ന്യൂമറേറ്ററിലെത്തും. 4 × 10 ഡിവൈഡഡ് ബൈ 2 യു സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഓക്കെ, അതിലൊരു 2 ക്യാൻസലാവും, ഈ 2 ക്യാൻസലാവും. സോ യു സ്ക്വയർ ഈക്വൽ ടു 10 എഴുതാം, യു ഈക്വൽ ടു √10 എഴുതാം. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ക്വസ്റ്റ്യനിൽ ചോദിച്ചില്ല, ചിലപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആയിരിക്കും ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ക്വസ്റ്റ്യനിലുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഹൈറ്റ്, ദെൻ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആണ്. ഓക്കെ, ഈക്വൽ ടു യു സ്ക്വയർ എത്രയാണ് 10 ഇൻറ്റു സൈൻ തീറ്റ സൈൻ 60 എത്രയാണ് √3/2. √3/2ൻ്റെ സ്ക്വയർ എത്രയാണ് 3/4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 2 × 10 വരും. 10 ക്യാൻസൽ ആവും, 3/8 വരും. ഓക്കെ, സോ ഹൈറ്റ് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഹൈറ്റ് ഈക്വൽ ടു 3/8. ഇനി നമുക്ക് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം, ടൈം ഓഫ് ഫ്ലൈറ്റ്. റേഞ്ചിൽ നിങ്ങൾ ഇങ്ങനെ റിലേഷൻ പഠിച്ചിട്ടുണ്ട്, r tan θ ഈക്വൽ ടു 4h. പഠിച്ചതല്ലേ? റേഞ്ചും ഹൈറ്റും കണക്ട് ചെയ്തിട്ട് ചെയ്യാം. കാരണം ഹൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്, തീറ്റ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റേഞ്ചിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഡയറക്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡ് ബൈ ജി. അത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. r × tan 60 √3 വരും ഈക്വൽ ടു 4 × h എത്രയോടെ 3/8. ഓക്കെ, അതിൽ 2 വരും, ക്യാൻസലേഷൻ വരുമ്പോൾ √3 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ √3 ബാക്കി ഉണ്ടാവും. √3/2 വരും r. സോ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ബാക്കി ഒന്നും കൂടി ഉണ്ട്. ഏതാ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റും ഹൈറ്റും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്, h ഈക്വൽ ടു 1/8 GT². അതിലേക്ക് കണക്ട് ചെയ്യാം. സോ h ഈക്വൽ ടു 1/8 × 10 × t². അതിൽ എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം. എച്ചിൻ്റെ വാല്യൂ എത്രയാണ് 3/8. ഓക്കെ, 8 ക്യാൻസൽ ആവും, 3/10 വരും, അത് t² ആണ്. സോ t ഈക്വൽ ടു √3/10. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഓക്കെ, ഇനി ഓപ്ഷൻസ് നോക്കിയേ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഓപ്ഷൻ ബി 60 ഡിഗ്രി. മാക്സിമം ഹൈറ്റ് 3/8 ഓപ്ഷൻ ബി. റേഞ്ച് is √3 ഡിവൈഡ് ബൈ 2 ആൻസർ എ. ടൈം ഓഫ് ഫ്ലൈറ്റ് √3/10 ഓപ്ഷൻ എ. വളരെ ഈസിയാണ്. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ബൈ ഹാർട്ടഡ് ആവണേ. അവിടെ എക്സാം ഹോളിൽ പോയി ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കരുത്. ഇക്വേഷൻ ബൈ ഹാർട്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഈ റിലേഷൻസ് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ റിലേഷൻസും പഠിക്കുക. ആ റിലേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബേസിക് റിലേഷൻ യൂസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് സ്പീഡിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. An object is thrown horizontally from a point A from a tower and hits the ground 3 seconds later at B. The line from A to B makes an angle of 30 degree with the horizontal. The initial velocity of the object is, take g equal to 10 meter per second square. So ഇതിൽ ആ ട്രയാങ്കിൾ മാത്രം നമുക്ക് എടുക്കാം. ആ ട്രയാങ്കിളിൽ ഈ ആംഗിൾ 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് റേഞ്ചാണ്, ഇത് അതിൻ്റെ ഹൈറ്റാണ്. ഓക്കെ, ഇവിടെ ബോഡി പ്രൊജക്റ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആവുമ്പം അതിൽ എക്സ് ഈക്വൽ ടു യു ടി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വൈ ഈക്വൽ ടു ഹാഫ് GT² ആണെന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ വെർട്ടിക്കൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഹൊറിസോണ്ടൽ വെലോസിറ്റി u ആണ്. അങ്ങനെ ആകുമ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ut ആണ്, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഹാഫ് GT² ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ടൈം തന്നിട്ടുണ്ട്. സോ ടൈം ഈസ് 3 സെക്കൻഡ്. അതുകൊണ്ട് നമുക്ക് ഇതിന് ട്രജക്ടറിൻ്റെ ഇക്വേഷനിലേക്ക് പോകണ്ട. ഇത് എക്സ് ടീൻ്റെ ടേംസിലാണ്, വൈ ടീൻ്റെ ടേംസിലാണ്. സോ നൗ വി ക്യാൻ ഫൈൻഡ് y/x. ഓക്കെ, y/x ഈക്വൽ ടു ഡിവൈഡ് ചെയ്ത് എന്താ വരിക, ഹാഫ് GT² ഡിവൈഡഡ് ബൈ ut. അതിൽ ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ GT ഡിവൈഡഡ് ബൈ 2u വരും. GT ഡിവൈഡ് ബൈ 2u. ഇവിടെ y എന്ന് പറയുന്നത് h ആണ്. സോ h ഡിവൈഡഡ് ബൈ x ഈസ് r ഈക്വൽ ടു g ഇൻറ്റു g 10 ആണ് ഇൻറ്റു ടൈം തന്നത് 3 സെക്കൻഡ് ആണ് ഡിവൈഡഡ് ബൈ 2u. ഓക്കെ, 5 വരും. സോ 15/u വരും
എച്ച് ബൈ ആറിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ടാൻ 30 ഈക്വൽ ടു, ടാൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്, ദാറ്റ്സ് ഈക്വൽ ടു എച്ച് ബൈ ആർ. അത് 1/√3 ആണ്. സോ എച്ച് ബൈ ആർ ഈക്വൽ ടു 1/√3, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/√3 ഈക്വൽ ടു 15/u. ഫ്രം ദിസ് u ഈക്വൽ ടു 15√3. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ദി ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. യെസ്, 15√3. 15√3 ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. A body of mass m is projected horizontally with a velocity v from top of a tower. So tower to ground തന്നെയാണ് പ്രൊജക്ഷൻ വരുന്നത്. ടവറിന്ന് ഗ്രൗണ്ടിലേക്കാണ്. അത് ഹൊറിസോണ്ടൽ വെലോസിറ്റി u ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ വെലോസിറ്റി v ആണെന്ന് പറയുന്നുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി v ആണെന്ന് പറയുന്നുണ്ട്. യെസ്, ഹൈറ്റ് h ആണ്. ഓക്കെ, ഇറ്റ് റീച്ചസ് ദി ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് x മീറ്റർ ഫ്രം ഫുട്ട് ഓഫ് ദി ടവർ. സോ ഇത് x ആണ്. ഓക്കെ, അപ്പം ഇത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് x ആണ്. ഇഫ് എ സെക്കൻഡ് ബോഡി ഓഫ് മാസ് 2m ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി ഫ്രം ടോപ്പ് ഓഫ് ടവർ ഓഫ് ഹൈറ്റ് 2h. അടുത്ത കേസ് വരുന്നത് ഹൈറ്റ് 2h ആണ്. പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ് പറയുന്നത്? ഇറ്റ് റീച്ചസ് ദി ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2x ഫ്രം ഫുട്ട് ഓഫ് ടവർ. ഇത് 2x ആണ്. സോ ഈ വെലോസിറ്റി v ഡാഷ് ആയിട്ട് എടുക്കാം. ഈ വെലോസിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് ദി സെക്കൻഡ് ബോഡി ഈസ്. ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണ്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണെങ്കിൽ അവിടെ വെർട്ടിക്കലി വരുന്ന ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി ഈസ് 0. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഈസ് u. Therefore we can write x ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം, ut എന്ന് എഴുതാം. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് y ഈക്വൽ ടു, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അതുകൊണ്ട് ഹാഫ് GT² എന്ന് എഴുതാം. ut പ്ലസ് ഹാഫ് GT²ൽ u 0 ആണ്. സോ ഹാഫ് GT² എന്ന് എഴുതാം. ഇവിടെ ടൈം മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ടൈം എലിമിനേറ്റ് ചെയ്യാൻ t ഈക്വൽ ടു x/u എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t ഈക്വൽ ടു x/u ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y ഈക്വൽ ടു ഹാഫ് g, t² പകരം x²/u² എന്ന് കൊടുക്കാം. ക്ലിയർ ആണോ? യെസ്. ഇപ്പം നമുക്കത് y ഇൻ ടേംസ് ഓഫ് x ആയി. ഇതാണ് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ്റെ ട്രജക്ടറി. ഓക്കെ, ഞാൻ നിങ്ങളോട് അത് ബൈഹാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഹൊറിസോണ്ടലി പ്രൊജക്റ്റ് ചെയ്താൽ ഇതാണ് അതിൻ്റെ ട്രജക്ടറി വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും, y ഈസ് പ്രൊപ്പോർഷണൽ ടു x²/u². സോ y1/y2 ഈക്വൽ ടു x1²/u1² ഇൻറ്റു, ഇതിൻ്റെ ഡിവിഷൻ താഴെ വരും, x2²/u2² വരും. റെസിപ്രോക്കലായിട്ട് വരുമ്പോൾ u2² ഡിവൈഡഡ് ബൈ x2² എന്ന് എഴുതാം. ഓക്കെ, x1²/u1² ഡിവൈഡ് ബൈ x2²/u2² വരും. റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് u2²/x2² എന്ന് എഴുതാം. ഇവിടെ ആദ്യത്തെ ഹൈറ്റ് എത്രയാണ് തന്നത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്ന് h ആണ്. രണ്ടാമത്തതിൻ്റെ ഹൈറ്റ് 2h ആണ്. ഈക്വൽ ടു ആദ്യത്തെ ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് x ആണ്, ഡിവൈഡ് ബൈ ആദ്യത്തെ വെലോസിറ്റി പറയുന്നത് v ആണ്. സോ v² ഇൻറ്റു സെക്കൻഡ് വെലോസിറ്റി v ഡാഷ് ആയിട്ട് എടുക്കാം, v², ഡിവൈഡ് ബൈ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരുന്നു? 2x ആണ്. 2xൻ്റെ സ്ക്വയർ വരുമ്പോൾ 4x², ഇവിടെ x² ഉണ്ട്. ഓക്കെ, സോ x² ക്യാൻസൽ ആവും, h ക്യാൻസൽ ആവും. സോ വി ഗെറ്റ് v² ഡിവൈഡഡ് ബൈ v² ഈക്വൽ ടു, ഇതും കൊണ്ട് എടുക്കുമ്പോൾ 2 വരും. 4ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് 2 വരും. സോ v'/v ഈക്വൽ ടു √2. ഫ്രം ദിസ് v' ഈക്വൽ ടു √2v. ഇങ്ങനെ ഓപ്ഷൻ അതിലുണ്ടോ നോക്കിയേ. ദാറ്റ് ഈസ് ദ ആൻസർ.